ബാക്ക് വിത്ത് അനദർ ഫുഡ് സ്പോട്ട്. എഗെയിൻ കൊച്ചി ടു ബാംഗ്ലൂർ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റിയൊരു സ്ഥലമാണ് ജൂനിയർ കുപ്പണ്ണ. ഒത്തൻറ്റിക് തമിഴ്നാട് ഫുഡ് എന്ന രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ആയിരുന്നു. നല്ല ഡൈനിങ് ഏരിയ ആയിരുന്നു. ഇലയിലായിരുന്നു അവരെല്ലാ ഫുഡും സെർവ് ചെയ്യുന്നത്. മീൽസ് മാത്രമല്ല, ബിരിയാണി ആണെങ്കിലും എന്താണെങ്കിലും അവരെല്ലാം ഇലയിലായിരുന്നു സെർവ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മളെല്ലാവരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു. മെനു കൊണ്ട് തന്ന ഒപ്പം തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യാൻ തുടങ്ങി എന്ത് കഴിക്കണം, വെറൈറ്റി എന്തെങ്കിലും നോക്കണോ, മീൽസ് പറയണോ ബിരിയാണി പറയണോ എന്നൊക്കെയൊരു കൺഫ്യൂഷനായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ഫസ്റ്റ് തന്നെ തുടങ്ങിയത് സ്വീറ്റ് വെച്ചിട്ടാണ്. ഫ്രിഡ്ജിലൊരു പായസം കണ്ടപ്പോൾ നന്ദ പറഞ്ഞു ഇളനീരാണെങ്കിൽ അത് വേണമെന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. ഇറ്റ് വാസ് സോ ഡാം ടേസ്റ്റി. ഞങ്ങൾ ആക്ച്വലി രാവിലെ കോഫി ഹൗസിൽ നിന്നൊരു ഇളനീർ ഷെയ്ക്ക് വാങ്ങിച്ചായിരുന്നു. ബട്ട് ദാറ്റ് വാസ് ജസ്റ്റ് എസെൻസ്. അപ്പം ഇതാണ് ആക്ച്വൽ ഒത്തൻറ്റിക് ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ആസ്വദിച്ച് കുടിക്കുന്നൊരു സീനാണ് ഈ കാണുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. ഡയറ്റിലായി ഞാൻ പോലും ചെറിയ സിപ്പ് എടുത്ത് നോക്കിയായിരുന്നു. ഇറ്റ് വാസ് ടേസ്റ്റി. മധുരം ഉണ്ട് അത്യാവശ്യം നല്ലോണം, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴും ഒരെണ്ണം ഓർഡർ ചെയ്തു, പാർസലായിട്ട് ഒരെണ്ണം എടുത്തിട്ടാണ് ഇത് പോയത്. ഇവരുടെ ഫുഡ് വാസ് നല്ല ടേസ്റ്റി ഫുഡ്. എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു പനീറിൻ്റെ ഡിഷായിരുന്നു ഇത് ഓർഡർ ചെയ്തത്. നല്ല നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അതിൽ തേങ്ങാക്കൊത്ത് എടുത്ത് കോവലം കഴിക്കുന്ന സീനാണ്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫുഡായിരുന്നു. ലൈക്ക് ആ റൂട്ട് കൊച്ചി ടു ബാംഗ്ലൂർ പോകുന്ന ആർക്കും നല്ല ഒത്തൻറ്റിക് ടേസ്റ്റി ഫുഡ്, ക്ലീൻ സ്പേസ്, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടൊരു ഹൈജീനിക് സ്പേസിലിരുന്ന് ഫുഡ് കഴിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി അർജുൻ കുപ്പണ്ണ ഇസ് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. മോസ്റ്റ്ലി അവിടെ ട്രാവൽ ചെയ്ത് വരുന്ന ആൾക്കാർ കയറുന്ന തന്നെയായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. പിന്നെ അവരുടെ ഫേമസ് ബിരിയാണി ആയിരുന്നു. ബിരിയാണി വിത്ത് എഗ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. നമ്മൾ 3 ബിരിയാണി വാങ്ങിയിട്ടാണ് നമ്മളെല്ലാവരും ഷെയർ ചെയ്തത്, ഇഫ് ഐ റിമെമ്പർ. പക്ഷേ ഇറ്റ് വാസ് ടേസ്റ്റി. നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള റൈസ്. അവിടുന്ന് ഓർഡർ ചെയ്ത ഒരു ഡിഷ് പോലും ആർക്കും ഇഷ്ടപ്പെടാതെ ഇരുന്നിട്ടില്ല. നമുക്ക് ഇനി കഴിക്കണമെന്നുണ്ടെങ്കിലും വയറ് ഫുള്ളായതുകൊണ്ട് മാത്രമാണ് നമ്മൾ വിട്ടത്. അടിപൊളിയായിരുന്നു വിഷ്ണു ഫസ്റ്റ് വായിലെടുത്തപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ സാലഡൊക്കെ ഭയങ്കര ഹോസ്പിറ്റാലിറ്റി ആയിരുന്നു. സാലഡൊക്കെ എക്സ്ട്രാ ചോദിച്ച സമയത്ത് അവർ സാലഡും എല്ലാം നമുക്ക് കൊണ്ടു തന്നായിരുന്നു. ആസ്വദിച്ചാണ് എല്ലാവരും ഓരോ ബൈറ്റ് എടുത്തിരുന്നത്. നോർമൽ അവരുടെ തമിഴ്നാട് സ്റ്റൈൽ ചിക്കൻ ബിരിയാണി, പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, എഗ്ഗ്, അതിൻ്റെ കൂടെ ചിക്കൻ്റെ 2 ഡിഷായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. തീരെ എക്സാക്റ്റ്ലി ഓർമ്മയില്ല, ബട്ട് ബില്ല് ഞാൻ ലാസ്റ്റ് കട്ടും. സോ നമുക്കൊരു ഐഡിയ കിട്ടും എത്രയുണ്ടെന്ന്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേറ്റിനും എല്ലിൽ നിന്നൊക്കെ കൈയിട്ട് വാരിയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ സംസാരിച്ച് നല്ല ചൂടുള്ള ഹോട്ട് ഫുഡായിരുന്നു അവർ സെർവ് ചെയ്തത് കേട്ടോ. ഇട്ടും പറഞ്ഞല്ലോ നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്ക് ധൈര്യമായി ആർക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഫുഡ് സ്പോട്ടായിരുന്നു. അവിടെ ഇനിയും കുറേ ഡിഷസ് ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിലും നമുക്കതിനുള്ളൊരു ടൈം ഇല്ലാത്തതുകൊണ്ട് ഇറങ്ങി. അപ്പം അവിടുന്ന് ഇറങ്ങുന്ന നേരത്ത് ബിൽ കൗണ്ടറിൻ്റെ അടുത്തുനിന്ന് കടലമുട്ടായി വാങ്ങിയിട്ടാണ് വിഷ്ണു നന്ദയും അവിടുന്ന് ഇറങ്ങിയപ്പോൾ നന്ദ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അവരത് മേടിച്ച് പോയി. അടുത്ത ഭാര്യയ്ക്കും ഭർത്താവും കടലമുട്ടായി പോരാ, അവൾ പാർക്കിങ്ങിൽ തന്നെ ഒരു ബാസ്കിൻ ആൻഡ് റോബിൻസ് ഉണ്ടായിരുന്നു. അതിലേക്കാണ് അവർ ഫുഡ് കഴിച്ചുകൊണ്ട് നേരെ വിട്ടത്. അപ്പോൾ ഇതായിരുന്നു ബിൽ. വേണ്ടവർക്ക് പോസ്റ്റ് ചെയ്ത് കാണാം. വാഷ്റൂം ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ബാക്കിൽ തന്നെ ചിൽഡ്രൻസ് ഒരു പ്ലേ ഏരിയ, വിശാലമായി പാർക്കിംഗ് സ്പേസും ഉണ്ടായിരുന്നു. അപ്പം പാത്തു ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. നന്ദേൻ്റെ വിഷ്ണുവിൻ്റെയും പൂച്ചക്കുട്ടീൻ്റെ പേരാണ് പാത്തു. അപ്പം ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് നമ്മൾ പാത്തുവിനെ കാറിൽ വെച്ചിട്ടാണ് പോയത്. അപ്പോൾ കഴിച്ചൊക്കെ വന്ന സമയത്ത് നമ്മൾ പാത്തുവിനെയൊക്കെ ഒന്ന് പുറത്തിറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തി. തിരിച്ച് പിന്നെ നന്ദ അവിടെ നിന്ന് ജസ്റ്റ് കാർ എടുത്തു. ബാംഗ്ലൂർക്ക് പോകാനുള്ള കുറച്ച് ദൂരം അവൾ ഓടിക്കാമെന്ന് പറഞ്ഞിട്ട്. ആസ് സെഡ്, കൊച്ചി ടു ബാംഗ്ലൂർ പോകുന്ന ആർക്കും ഞാൻ ജൂനിയർ കുപ്പണ്ണ സജസ്റ്റ് ചെയ്യും. ഇറ്റ്സ് റിയലി ഗുഡ് ഫുഡ് ഗൈസ്. ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ്.